ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചെറിയൊരു വെറൈറ്റി റെസിപ്പിയാണെന്നൊക്കെ പറയാം. നമ്മുടെ മക്കൾക്ക് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയും നല്ല സിമ്പിളായിട്ടുള്ള ഒരു മക്രോണിയുടെ റെസിപ്പിയാണ്. ഏകദേശം ഷവർമയുടെയൊക്കെ ആ ഒരു ടേസ്റ്റ് വരുന്ന മക്രോണി റെസിപ്പിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണേ. ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. ആദ്യം നമുക്ക് ഈ മക്രോണി ഒന്ന് വേവിക്കാനായിട്ട് കുറച്ചധികം തന്നെ വെള്ളം വെച്ച് വെള്ളം നന്നായിട്ടൊന്ന് ചൂടായി തിളക്കാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലോട്ട് മക്രോണി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് മക്രോണിയാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഈ വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മക്രോണി വേവിച്ചെടുക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. വേവിക്കുന്ന സമയത്ത് വെള്ളത്തിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മക്രോണി നന്നായിട്ട് വേവിച്ചെടുക്കാം. മക്രോണി നന്നായിട്ട് വെന്ത് കിട്ടും വേണം, എന്നാൽ വെന്തിട്ട് വല്ലാണ്ട് ഉടഞ്ഞു പോകുന്ന രീതിയിലും ആയി പോവരുത്. കറക്റ്റായിട്ട് വേവിച്ചെടുക്കുക. പിന്നീട് നമ്മളിത് വേവിക്കുന്നൊന്നുമില്ല. എന്നിട്ട് വേവിച്ച ശേഷം വെള്ളമൊക്കെ ഊറ്റി വയ്ക്കുക. ഇനി ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ കുറച്ച് ചിക്കൻ പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലോട്ട് ഞാൻ ഉപ്പും കുരുമുളകും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സാധാരണ നമ്മൾ ഫ്രൈ ചെയ്യുന്ന പോലെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഉപ്പും കുരുമുളകും മാത്രം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക ചെയ്യുന്നത്. ഇനി ഫ്രൈ ആക്കിയിട്ടല്ലെങ്കിൽ വേവിച്ചിട്ടും ചേർത്തെടുക്കാം. ഫ്രൈ ആക്കിയിട്ട് ചേർക്കുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത്. ഇനി ഇത് വേവിച്ചെടുത്ത ശേഷം പിന്നെ നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അതൊന്ന് നമുക്ക് കൈവച്ച് തന്നെ നന്നായിട്ടൊന്ന് പിച്ചെടുക്കാം. എന്നിട്ട് അതേ പാനിലോട്ട് തന്നെ ഒരു പിടി ക്യാബേജ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എടുക്കുന്ന മക്രോണിയുടെ അളവിനനുസരിച്ചിട്ട് വെജിറ്റബിൾസിൻ്റെ അളവും കൂട്ടാം. പിന്നെ ഒരു സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കം, അതുപോലെ തന്നെ ക്യാരറ്റും, ഇതൊക്കെ ഞാൻ നീളത്തിൽ അരിഞ്ഞിട്ടാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ 1-2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഒരുപാട് നേരം കുക്ക് ചെയ്തിട്ട് ഇത് വേവിച്ചെടുക്കണമെന്നില്ല. ഇനി ഇതിങ്ങനെ ചൂടാക്കി എടുക്കണമെന്നില്ല. ഇതൊക്കെ നമുക്ക് പച്ചയ്ക്കും കഴിക്കാൻ പറ്റുന്ന വെജിറ്റബിൾസ് ആയതുകൊണ്ട് ഇങ്ങനെ ചൂടാക്കാതെ ചേർക്കുകയാണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള മക്രോണി വെള്ളമൊക്കെ മാറ്റി ഒരു ബൗളോട് ഇട്ടിട്ടുണ്ട്. അതിലോട്ട് നമ്മളിപ്പോൾ ചൂടാക്കി എടുത്തിട്ടുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ ചൂടാക്കാതെയാണ് ചേർക്കുന്നതെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി മാറ്റി വെച്ചിട്ടുള്ള ചിക്കനും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിടി മല്ലിയില, പിന്നെ 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 2-3 ടേബിൾ സ്പൂൺ മയോണൈസ് ചേർത്ത് കൊടുക്കാം. മയോണൈസ് ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണെങ്കിലും ചേർത്ത് കൊടുക്കുക. അപ്പോഴേ നമുക്ക് ഇതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടും. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ സംഭവം റെഡിയാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. ചാനലിലെ മറ്റ് വീഡിയോസൊക്കെ കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക.